നമസ്കാരം. സുഭാഷിത ഡിജിറ്റൽ ചാനലിലേക്ക് സ്വാഗതം. നമ്മൾ കാത്തിരിക്കുകയായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ എവിടെ പോകും, എങ്ങനെ പോകും, എപ്പോൾ പോകും, എവിടെ ഇറങ്ങും, എങ്ങനെ ഇറങ്ങും, എപ്പോൾ ഇറങ്ങും. എല്ലാത്തിനും ഉത്തരമായിരിക്കുന്നു. അദ്ദേഹം ആദ്യം അസംബ്ലിയിൽ ഇറങ്ങി, അസംബ്ലിയിൽ കയറി. അവിടെ വലിയ പ്രശ്നമൊന്നും ഉണ്ടായില്ല. നേരെ അദ്ദേഹം വച്ച് പിടിച്ചു പാലക്കാടേക്ക്. ഇപ്പോൾ പാലക്കാട് ഇറങ്ങിയിട്ടുണ്ട്. അദ്ദേഹം MLA ഓഫീസിൽ ചെന്നു. ചെറിയ ബഹളമൊക്കെ BJP വെളിയിൽ ഉണ്ടാക്കി, ചൂലും പരിപാടികളായിട്ടൊക്കെ ഒന്നെങ്കിലും വേണ്ടത്ര കാല് തൊടാൻ സമ്മതിക്കത്തില്ല, മണ്ണ് വാരിയിട്ടാൽ താഴെ വീഴൂല എന്നൊക്കെ പറഞ്ഞ് പപ്പടം എന്നൊക്കെ പറഞ്ഞ് കൃഷ്ണകുമാർ BJP കൃഷ്ണകുമാർ കുറച്ച് ബഹളമൊക്കെ ഉണ്ടാക്കി. പക്ഷേ അതിനൊന്നും കാര്യമൊന്നുമില്ല. എന്തായാലും അദ്ദേഹം അവിടെ പോയി MLA എന്നുള്ള നിലയിൽ ഈ പരിപാടികളിൽ പങ്കെടുക്കും. അങ്ങനെ രാഹുൽ മാങ്കൂട്ടത്തിൽ തിരിച്ചു വരുന്നു എന്നുള്ളതാണ് വേറൊരു വാർത്ത. അദ്ദേഹം കുറച്ചൊന്ന് പതറിപ്പോയി, ഈ വിഷയങ്ങൾ വന്നൊന്ന് പതറിപ്പോയി. പക്ഷെ ശക്തമായിട്ട് അദ്ദേഹം തിരിച്ചു വരുന്നു എന്നുള്ളതാണ് കേൾക്കുന്നത്. അദ്ദേഹം പാലക്കാട്ടേക്ക് ഇറങ്ങിയിട്ടുണ്ട്. പാലക്കാട് പോയി പരിപാടികൾ, വളരെ മനോഹരമായി പ്രോഗ്രാമുകൾ ചെയ്യാൻ തന്നെയാണ് തീരുമാനിച്ചിരിക്കുന്നത്. ഇതിനിടയിൽ ഒരു വാർത്ത ഇവിടെ വന്നിട്ടുണ്ട്, അതുകൂടി ചേർത്ത് പറയാം. ഇനിയിപ്പോൾ 2 വീഡിയോ വേണ്ടല്ലോ. VD സതീശൻ അസംബ്ലിയിൽ കാലുകുത്തരുതെന്ന് പറഞ്ഞിട്ടുണ്ടെന്നും രാഹുൽ മാങ്കൂട്ടത്തിനോട് അസംബ്ലിയിൽ 7 മിനിറ്റോ മറ്റോ സംസാരിച്ചതിൽ രാഹുൽ മാങ്കൂട്ടത്തെ അതിനിശ്ചിതമായി വിമർശിച്ചു എന്നുള്ള നിലയിൽ വാർത്തകൾ പരക്കുന്നുണ്ട്. അത് ഫേക്ക് ന്യൂസാണ്. അങ്ങനെ 7 മിനിറ്റത്തെ സംഭാഷണത്തിൽ സഭ TV യിൽ നോക്കുമ്പോൾ ഒരു തരത്തിലും രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ പേരോ മറ്റു കാര്യം ആ വിഷയമേ പറഞ്ഞിട്ടില്ല. അദ്ദേഹം VD സതീശൻ പറഞ്ഞിട്ടില്ല. അത്ര മണ്ടനും പൊട്ടനും ഒന്നും അല്ല പ്രതിപക്ഷ നേതാവെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അദ്ദേഹം പ്രതിപക്ഷ നേതാവല്ലേ, അല്ലെ പിന്നെ അവിടെ എത്തത്തില്ലല്ലോ. അപ്പോൾ എന്തായാലും അദ്ദേഹം അത് പറഞ്ഞിട്ടില്ല. പക്ഷേ അദ്ദേഹം പറഞ്ഞു എന്നുള്ള നിലയിൽ ഫേക്ക് ന്യൂസുകൾ പല രൂപത്തിൽ, വീഡിയോയുടെ രൂപത്തിലും അതുപോലെ തന്നെ റൈറ്റിങ്ങിൻ്റെ എഴുത്തിൻ്റെ രൂപത്തിലും പത്രങ്ങളിലും മീഡിയകളിലൊക്കെ ഇങ്ങനെ കുറച്ച് ദിവസത്തെ ചെറിയ ദിവസത്തേക്കെങ്കിലും പ്രചരിച്ചു. രാഹുൽ മാങ്കൂട്ടത്തിനെ VD സതീശൻ അസംബ്ലിയിൽ വന്നത് ശരിയായില്ല, അങ്ങനെ പറയാൻ കഴിയത്തില്ല. കാരണം കോൺഗ്രസിൻ്റെ പാർലമെൻ്ററി പാർട്ടിയിൽ നിന്ന് പുറത്താക്കാൻ കോൺഗ്രസിന് കഴിയും. പക്ഷേ അസംബ്ലിയിൽ വരണോ വേണ്ട എന്നുള്ളത് MLA പ്രിവിലേജാണ്. അത് വരണ്ടെന്ന് പറയാൻ കോൺഗ്രസിന് എന്ത് കാര്യം? അങ്ങനെ കാര്യമില്ല. അപ്പോൾ എന്തായാലും രാഹുൽ മാങ്കൂട്ടത്തിൽ അസംബ്ലിയിൽ വന്നു. ഇപ്പോൾ പാലക്കാട്ടിറങ്ങി. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, VD സതീശൻ വരട്ടി അല്ലെങ്കിൽ അദ്ദേഹത്തിനെതിരെ വർത്താനം പറഞ്ഞു എന്നുള്ളത് ഫേക്ക് ന്യൂസാണ്. പാലക്കാട് ഇറങ്ങിയത് ഇനി എന്തുമാണ് ഇത്രമാണ് ഗുണകരമാവുന്നത്, എങ്ങനെയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ അദ്ദേഹത്തിൻ്റെ പഴയ ഇമേജ് വീണ്ടെടുക്കുന്നതെന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം. തീർച്ചയായിട്ടും പാലക്കാട്ടത്തെ പൊതുപരിപാടികളിൽ അദ്ദേഹത്തിന് അവസരങ്ങൾ കുറയുമെങ്കിലും, കാരണം അവിടെ പ്രകടനവും മറ്റു കാര്യങ്ങളൊക്കെ ധാരാളം നടക്കാൻ സാധ്യതയുണ്ടെങ്കിലും ഒരുപാട് സ്വകാര്യ പരിപാടികൾ കിട്ടാൻ സാധ്യതയുണ്ട്. അങ്ങനെ പാലക്കാട് നിറഞ്ഞു നിൽക്കാൻ തന്നെയാണ് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ കൂടെയുള്ളവരുടെയും പുതിയ തീരുമാനം.